ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളൊരു ഉള്ളിവട ഉണ്ടാക്കാൻ പോവാണ്. ഇന്ന് നമ്മൾ ഉള്ളിവടയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 4 വലിയ സബോള ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 10-15 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സബോളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ എടുത്ത് വെച്ചിരുന്ന ചെറിയ പാത്രമാണ് ഞാൻ വലിയ പാത്രത്തിലോട്ട് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ഒരു 4 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ എടുത്ത് അതേ അളവിൽ തന്നെ കടലമാവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു നുള്ളു കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത്. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കിയിട്ട് അതിലൊരു പാൻ വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഇതുപോലെ ഒരു ഷേപ്പിലാക്കി കൊടുത്തിട്ട് നമുക്ക് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഫ്ലെയിം കൂടുതലാണെന്ന് തോന്നിയാൽ ലോ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കണം. എന്നിട്ട് തിരിച്ചും മറിച്ചുവിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അകമെല്ലാം വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് കോരിയെടുക്കാവുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതുകൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുന്ന, ഷെയർ ചെയ്യുന്ന, സബ്സ്ക്രൈബ് ചെയ്യുന്ന. ഇങ്ങനെ ഒഴിച്ച് നോക്കട്ടെ. നിങ്ങൾ എല്ലാവരും കഴിച്ചു നോക്കണേ. ഞാൻ കഴിച്ചു നോക്കി. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുന്ന, ഷെയർ ചെയ്യുന്ന, സബ്സ്ക്രൈബ് ചെയ്യുന്നിട്ട് ബൈ.